ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഈസി ആൻഡ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പ്രത്യേകിച്ച് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഈ 30-40സിലൊക്കെ ഉള്ള അമ്മമാർ ഭയങ്കര ബിസി ആയിരിക്കും. അവരുടെ വീട്, കുട്ടികൾ, പിന്നെ ജോലി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ബിസി ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ എല്ലാ ദിവസമൊക്കെ സ്കിപ്പ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ശരീരത്ത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതൊക്കെ ടാലി ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഐറ്റത്തിൻ്റെ പേരാണ് മ്യൂസ്ലി. ഇത് പലർക്കും അറിയായിരിക്കും, എന്നാൽ അറിഞ്ഞൂടാത്ത കുറച്ച് പേർക്ക് ഞാൻ പരിചയപ്പെടുത്തുവാണ്. ഇപ്പോൾ ഈ പ്രോഡക്റ്റിനകത്ത് വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റോൾഡ് ഓട്സ്, കോൺഫ്ലെക്സ്, പിന്നെ എന്താണ് ആൽമണ്ട്, വാൽനട്ട്, പിന്നെ സീഡ്സൊക്കെ വരാറുണ്ട്. ഞാൻ ഈ എടുത്തിരിക്കുന്ന മെയിനായിട്ട് നട്ട്സിൻ്റെ ആണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നട്ട്സിൻ്റെ ഐറ്റംസ് ആണുള്ളത്. അതുകൂടാതെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കുറച്ച് വാൽനട്ടും ആൽമണ്ടും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. 5 വീതമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് പാലിൽ ചേർത്ത് കുടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രൈ ആയിട്ടും കഴിക്കാം. അതുപോലെ തന്നെ ഇത് പല രീതിയിൽ അവൈലബിൾ ആണ് കേട്ടോ. നട്ട്സ് മാത്രമുള്ളത്, നട്ട്സ് ആൻഡ് സീഡ്സ്, അല്ലെങ്കിൽ ഫ്രൂട്ട് ആൻഡ് നട്ട്സ്, അങ്ങനെ പല രീതിയിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഒരു 300+ അല്ലെങ്കിൽ ഒരു 400+ വരും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റം എന്തിനാണ് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങുന്നതെന്ന്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പല അമ്മമാരും ഈ ഹോർലിക്സ്, ബൂസ്റ്റ്, നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പലതും വാങ്ങിക്കും, പക്ഷേ സ്വന്തമായിട്ട് അങ്ങനെ ഒന്നും വാങ്ങിക്കാറില്ല. നമ്മൾ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങുമായിരിക്കും, പക്ഷേ ഫുഡിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമ്മൾ നമുക്ക് വേണ്ടി വാങ്ങാറില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, നമ്മുടെ ഫാമിലിയിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളല്ലാതെ വേറെ ആരും നോക്കാൻ പോകുന്നില്ല. സോ ഹെൽത്തി ആയിട്ടിരിക്കുക. ഇടയ്ക്കൊക്കെ ഒരു ഹെൽത്ത് ചെക്കപ്പൊക്കെ നടത്തുക. ഒരു 6 മന്ത് കൂടുമ്പോൾ നമ്മുടെ കൊളസ്ട്രോൾ, പ്രഷർ, തൈറോയ്ഡ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. കഴിയുന്നതും ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഇതുപോലെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ.